എടാ പരനാറി, നീ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? എങ്ങനെ പ്രതീക്ഷിക്കാൻ, അതും ഈ വേഷത്തില്. കോളേജിൽ ഏറ്റവും വലിയ റൗഡിയായിരുന്ന നീ. ഏതായാലും നിനക്ക് പറ്റിയ പണി തന്നെ. ഇടിക്കൂടാ നീ? ഇടിക്കണ്ടെന്ന് കരുതിയാലും ചിലപ്പോ ഇടിച്ചു പോകും. അതിനുവേണ്ടി ചില പാർട്ടീസ് ഉണ്ട്. നീ എത്ര നാളെ ജോയിൻ ചെയ്തിട്ട്? ജോയിൻ ചെയ്തിട്ട് അധികാലമൊന്നും ആയില്ല. പക്ഷെ ഇതെന്റെ 9ാമത്തെ സ്റ്റേഷനാണ്. അതെന്താ അങ്ങനെ? നമ്മുടെ ക്യാരക്ടറിന് ചിലതൊന്നും ഒത്തുവരില്ല. എനിക്ക് ബോധിച്ച പോലെയൊക്കെ ഞാൻ ചെയ്യും. അപ്പൊ ട്രാൻസ്ഫർ അടിച്ച് കൈ തരുകയും ചെയ്യും. അതൊക്കെ പോട്ടെ, നിനക്കിവിടെ എന്താ പരിപാടി? പറയാം. ഇംഗ്ലീഷ് പത്രം. ഇംഗ്ലീഷ് പത്രം? ഇവിടെ ആർക്കാ ഇംഗ്ലീഷ് പത്രം? ഈ സാർ പറഞ്ഞു ഇന്നോട്ടിടാൻ. ഇവിടെ ആവശ്യമുള്ളതൊക്കെ ഞാൻ വരുത്തുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഞാൻ പറയും. എന്നാ കൊണ്ടുപോ. എന്നാ സാറേ ഇത്? ആളെ കളിയാക്കുവാണോ? കൊണ്ടുപോടാ. അവന്റെ ഒരു ഷാറ്. നീ ഇംഗ്ലീഷ് പത്രം വരുത്താത്ത കുഴപ്പമേ ഉള്ളൂ. ജില്ലാ കളക്ടർ താമസിക്കുന്ന വീടല്ലേ. ആ ചക്രത്തിന് ഗതിയില്ലാത്തവനൊക്കെ ഇംഗ്ലീഷേ വായിക്കൂ. എന്തോ അപ്പച്ചൻ പറയുന്നേ? ഹേയ്, എന്നോട് പുള്ളിക്ക് വല്ലാത്ത സ്നേഹം തോന്നുന്നു. എന്റെ ഭാഗ്യം അല്ല ലിസേ. എന്താ സുധ? ഒന്ന് എളുപ്പം വന്നേ. നമ്മുടെ അച്ഛനെ എസ് ഐ പൊക്കി. ഈ പൗലോസ് എഴുതിയിരിക്കുന്ന കണ്ടാ ഒറ്റ നോട്ടത്തിൽ എന്താ തോന്നുക? പൗലോസ് വേറെ ഒന്നും തോന്നൂലേ? ഒറ്റ നോട്ടത്തില്. ഒറ്റ നോട്ടത്തിലില്ല, രണ്ടാമത്തെ നോട്ടത്തില് ചിലപ്പം പോലീസിന് തോന്നുന്നല്ലേ. അപ്പൊ പറ്റിപ്പ് പാർട്ടിയാണല്ലേ? അയ്യോ പൊന്നു സാറേ, സാറാണ് സത്യം പറ്റിപ്പ് പാർട്ടിയല്ല. എന്നെ പിടിച്ച് കള്ളസത്യം ഇടരുത്. ഇത് കള്ളസത്യല്ലേ സാറേ, സത്യമായിട്ട് സത്യവും സത്യം തന്നെയാണ്. എന്താണോ തന്റെ ഉദ്ദേശം? സാർ ഞാൻ പറയാം സാർ, ഇപ്പോഴത്തെ കാലല്ലേ, എപ്പോഴാണ് ബന്ദ് തുടങ്ങാന്നറിയില്ല. കഴിഞ്ഞ മാസം തന്നെ ടോട്ടൽ 29 ദിവസവും ബന്ധവും സ്ട്രൈക്കും ലാത്തി ചാർജും അടിപിടിയും തീവെപ്പൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള അവസരത്തിൽ ഈ പോലീസിന് തോന്നിക്കുന്ന ജീപ്പ് ആയിട്ട് വീട്ടിലെത്തി കെട്ടിയോളി മക്കളെ കാണാലോ എന്നുള്ള ഉദ്ദേശം. എപ്പോഴും ആ ഉദ്ദേശം നടക്കൂല. ചിലപ്പോ താൻ എത്തുന്ന പോലീസ് സ്റ്റേഷനിലായിരിക്കും. അപ്പൊ സൗകര്യം ഇവിടെ അലുമ്പൊന്നും ഉണ്ടാവില്ലല്ലോ. മതി മതി മതി, തമാശ അധികം വേണ്ട. വേണ്ട. തന്റെ അടുത്തൊരു ശുപാർശയായിട്ട് വന്നതാ. എന്താണ്? ഈ മിലിറ്ററി അച്ചായൻ. ഇയാൾ ആള് ഭയങ്കര ഫ്രോഡാണല്ലോടാ. പാവടാ, നിറക്കിവിട്ടത്. താൻ ആ വണ്ടിയുടെ പേര് മാറ്റേ, വല്ല ഇനിഷ്യൽ ഉണ്ടെങ്കിൽ അത് എഴുതി ചേർക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്. അല്ലാതെ ഞാൻ ആ വണ്ടി റോട്ടിൽ കാണരുത്. ആ ചെല്ല്. ഗാഡി ഉൾട്ടാക്കറക്കെ നിർത്തോ. നിർത്തി സാർ. ഞാനിത് ഓൾട്രേഷൻ ചെയ്ത് സൈക്കിൾ അടിച്ചോ മറ്റൊരു വാഹനം ആക്കിക്കോളാം സാർ. മതി ചെല്ല്. പിന്നെ ഇന്നിനി വെയിറ്റ് ചെയ്യണ്ട, ഞാനൊരു 2 പാക്കറ്റ് പോട്ടെ സാർ. പിന്നെ പറ. അച്ചായനത് കണ്ടോ? കാലത്ത് 8:30 വേളാങ്കണ്ണിക്ക് വന്ന് ഇറങ്ങിയതാ. ഒരനക്കവും ഇല്ല. ഇപ്പൊ തന്നെ 2-3 ചായയും 2 കുറ്റി പുട്ടും കറി വേറെ. കണ്ടിട്ട് എന്തോ ഒരു കള്ളന്റെ ലക്ഷണമുണ്ട്. ആരാ? ഈ ലൊക്കാലിറ്റിയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ പൗലോസ്, ഈ കടയുടെ ഓണറാ. എന്താ പേര്? എന്റെ പേര് ആമപ്പറമ്പിൽ ആന്റോ. ഇവിടെ എന്താ? ഞാൻ ആ ചീരങ്കണ്ട തിട്ടിച്ചനെ ഒന്ന് കാണാൻ വന്നതാ. എന്താണാവോ കാര്യം? വെറുതെ ചോദിച്ചതാ, പറയണ്ട. ഏയ് അതല്ല, വെറുതെ വഴി കണ്ടവരോട് വിടുവാ പറഞ്ഞ് വന്ന കാര്യം കൊളമാക്കരുതെന്ന കുട്ടപ്പൻ പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഞാനൊരു പരുക്കനായിട്ട് അഭിനയിക്കുക. അത് ശരി. അതെ, എന്റെ അമ്മച്ചി ചീരം കണ്ടെത്തിയാ ഇത്തിച്ചന്റെ ഊത്തത്. അവരെന്റെ അപ്പച്ചനെ കെട്ടി ഇവിടുന്ന് ഒളിച്ചോടി പോയതാ. ലവ് മാരേജ്. ന്യായമായി ഞങ്ങൾക്ക് കിട്ടേണ്ട സ്വത്തുണ്ട്. അതെ. അപ്പച്ചൻ മരിച്ച ശേഷം അമ്മച്ചി വലിയ കഷ്ടത്തില. അമ്മച്ചി ഒരു എഴുത്തയച്ചന് ഇട്ടിച്ചന്റെ മറുപടി ഒന്നും കണ്ടില്ല. അപ്പൊ കുട്ടപ്പനാ പറഞ്ഞത് ഇട്ടിച്ചന്റെ അടുത്ത് എന്ന് ചോദിക്കാൻ. ഈ ഷർട്ടും മുണ്ടും കുട്ടപ്പൻ വാങ്ങിച്ചു തന്നതാ. ഇത് എന്തിനായി കത്തി? എല്ലാം കുട്ടപ്പന്റെ ഐഡിയ.
മര്യാദക്ക് ചെന്ന് വീതം ചോദിച്ചാൽ ഇട്ടിച്ചൻ കുലുങ്ങലെന്നാ കുട്ടപ്പൻ പറയുന്നത്. എന്റെ വീതം ഇങ്ങ് തരുന്നു. അങ്ങനെ വരട്ടേണ്ട രീതിയൊക്കെ നല്ലോണം പഠിച്ചാ ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഇതുകൊണ്ട് മാത്രം കാര്യമായില്ല, പോറേണ്ട വല്ല അവസരം വന്ന് ആയങ്ങ് പൂറിയേക്കണം. എന്റെ അമ്മച്ചിയുടെ അപ്പന്റെ സ്വത്തിന്റെ വീതം എന്റെ അമ്മച്ചിക്ക് കിട്ടാനുള്ളതല്ലേ, മര്യാദക്ക് അതിങ്ങ് തരണമെന്നാണ് ഞങ്ങൾ പറയണത്. ഓഹോ, അമ്മയുടെ വീതം മേടിക്കാൻ വന്നിരിക്കുക? അതെ. പിച്ചാത്തിയായിട്ടോ? പിച്ചാത്തി കുട്ടപ്പൻ അഭ്യാസമൊക്കെ അറിയാം. മര്യാദക്ക് എന്റെ അമ്മച്ച വീതം ഇങ്ങ് തരാനാ പറഞ്ഞത്. റബ്ബർ വെട്ടാൻ നിന്നവനോട് ഒളിച്ചോടിപ്പോയ നിന്റെ അമ്മയെ അന്നെന്റെ കൈ കിട്ടിയിരുന്നെ കൊടുത്തു വിട്ടനെ. കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയ ഒരുമ്പെട്ടോള്. ഇറങ്ങി പോടാ, പോയി നിന്റെ തന്തയുണ്ടല്ലോ അവനെയൊക്കെ പറഞ്ഞുവിട്, കൊടുത്തു വിടാം. ചത്തു എന്റെ അപ്പനെ പറഞ്ഞുണ്ടല്ലോ. പറഞ്ഞാ നീ എന്നാ ഇവിടെ ചേറ്റപ്പട്ടി കത്തി കയറാം. ഞാൻ പോകല, രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ചെന്നാ മതിയെന്ന കുട്ടപ്പൻ പറഞ്ഞത്. കുറ്റപ്പൻ ഇറങ്ങി വിടാ വലിയവനെ. താനെന്തിനാ പിടിക്കുന്നേ? കുട്ടപ്പനോട് പറഞ്ഞു കൊടുക്കേ. നോക്കിക്കോ ഇത് ഞാൻ വച്ചിട്ടുണ്ട്. കടുങ്കൈ അപ്പച്ചൻ കാണിക്കുന്നത്. അവർക്കും കൂടി കിട്ടേണ്ട സ്വത്താ വെച്ച് അനുഭവിക്കുന്നേ. അരുതാത്തത് ഒരുപാട് ചെയ്തു കൂട്ടുന്നുണ്ട് നിന്റെ അപ്പച്ചൻ. കണക്ക് പറയേണ്ട ഒരു ദിവസം വരുന്നത് ഓർക്കപ്പുറത്തായിരിക്കും. അന്ന് മുതലും പലിശയും കൂട്ടി ഒരുപാട് കാണും. എൽസിക്ക് ഒരു ആലോചന വന്ന് ഏതാണ്ട് അങ്ങ് ഉറപ്പിച്ചു. ചെറുക്കൻ നമ്മുടെ റൂട്ടിൽ ഒരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാ. അധികം താമസിയാതെ നടത്തണമെന്നാ അവന്റെ വീട്ടുകാര്. ഈ വിവരം ജോർജ് കുട്ടിയെ കണ്ടെന്ന് പറയാമല്ലോ എന്ന് കരുതി ഇറങ്ങിയതാ. അയ്യോ, അവൻ പുറത്തോട്ടങ്ങാണ്ട് ഇറങ്ങിയല്ലോ. ജോർജ് കുട്ടി അവിടെ പോയി വായനശാല വരെ പോയിരിക്കാം. സുഖാണോ മോളെ? നിന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോണമെന്നുണ്ട്. അവിടെ പിള്ളേർ അതും പറഞ്ഞ് എന്നും വഴക്കാ. അവരൊന്നും നേരെ ചൊവ്വേ കണ്ടിട്ടില്ലല്ലോ. എന്നാ ചെയ്യാനാണെന്നേ, അതിയാനൊരു പിടിവാശി മുറുക്ക പിടിച്ചാ പിന്നെ കരിങ്കല്ലെ കാറ്റ് തട്ടുന്ന പോലെയാ, ഒരിളക്കവും ഇല്ല. ചുമ്മാ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. ഈ കേരളം ഇറങ്ങലും ഒക്കെ വേണ്ടെന്ന് ആദ്യം പറഞ്ഞിരുന്നല്ലേ? ജോർജ് കുട്ടി ഒന്ന് കണ്ടിട്ട്. അതൊക്കെ ഈ പറമ്പിന് പുറത്ത്. ഈ അകത്തോട്ട് കേറിയുള്ള കളിയുണ്ടല്ലോ, അത് എന്നാത്തിനാന്ന് എനിക്കറിയാം. വേറൊന്നും ഉദ്ദേശിച്ചല്ല, അവനോടൊരു കാര്യം ആലോചിക്കാനുണ്ടായിരുന്നു. എനിക്കെന്റെ പുതിയ പണി എന്നാ വെക്കാവുന്നായിരിക്കും. കാശ് കിട്ടുന്ന പണിയാണെങ്കിൽ അപ്പനും മോനും കഴുത്തിറക്കാൻ കൂടെ മടിക്കാലെന്നറിയാം. കുറച്ചുകൂടെ മര്യാദയായിട്ട് സംസാരിക്കാൻ ഇട്ടിച്ച. മോനെ, എന്തിനാ അപ്പച്ച ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ വിശേഷങ്ങൾ അറിയണം. ഈ വീട്ടിലൊരു വളർത്തുപട്ടിയുള്ളത് എന്നേക്കാൾ അന്തസ്സിലാ കഴിയുന്നു.